إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും, നമ്മുടെ ഓരോ സമയങ്ങളും. ആ സമയം വളരെയേറെ വിലപ്പെട്ടതും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്നതുമായ അനുഗ്രഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സന്ദർഭങ്ങളിലൂടെ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും ഒഴിവ് സമയങ്ങളെ വൃഥ വിനിയോഗിച്ചുകൊണ്ട് ആ ഒഴിവ് സമയങ്ങളോട്, അള്ളാഹു അതിന് നൽകിയിട്ടുള്ള അനുഗ്രഹത്തോട് നന്ദി കാണിക്കാതെ വഞ്ചിതരായി കഴിയുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഹ്. രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക പേരും അവയെ ശരിയാം വണ്ണം ഉപയോഗപ്പെടുത്താതെ വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് ഒഴിവ് വേളകളുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ സമയങ്ങളും ഓരോ ദിവസങ്ങളും അവനിൽ നിന്ന് കൊഴിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഖബറിലേക്കാണ് അവൻ നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊഴിഞ്ഞു തീർന്ന് പുതിയ ഒരു കലണ്ടർ നമ്മുടെ ചുവരുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരായുഷ്കാലത്തിന്റെ വലിയൊരു ഭാഗമാണ് പറിച്ച് കീറപ്പെട്ടിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനുഷ്യരിൽ അധിക പേരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വേളകൾ ഉല്ലാസങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അള്ളാഹു വിരോധിച്ചിട്ടുള്ള സംഗതികൾക്ക് വേണ്ടിയുമൊക്കെ സമയങ്ങളെ കൊന്നുകളഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനിതിന് കണക്ക് പറയേണ്ടി വരുമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തയില്ലാതെ അശ്രദ്ധയിലാണ് ആളുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, ഹിസാബിനെ സംബന്ധിച്ച് മനുഷ്യന്മാര് തീരെ ചിന്തിക്കുന്നില്ല. ഹിസാബ് എന്ന ഒരു യാഥാർത്ഥ്യം വരാനുണ്ട് എന്ന് ആളുകൾ ആലോചിക്കുന്ന പോലുമില്ല. ആ ഹിസാബ് വളരെ അടുത്തെത്തി നിൽക്കുകയാണ്.
അല്ലാഹു പറഞ്ഞു ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇഖ്തറബ ലിന്നാസി, ജനങ്ങൾക്ക് വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹിസാബുഹും, അവരുടെ കാര്യങ്ങളൊക്കെ വിചാരണ നടത്തപ്പെടുന്ന ആ ദിവസം. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ, ശ്രദ്ധയില്ലാതെ, അശ്രദ്ധയിലായിക്കൊണ്ട് ആളുകൾ കഴിയുകയാണ്. അശ്രദ്ധയിലായിക്കൊണ്ട് കഴിയുന്ന ആളുകളുടെ സ്വഭാവം എന്താ ഖുർആൻ പറഞ്ഞത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽഅൻആമി ബൽ ഹും അദല്ല ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അവർ ചിന്തിക്കുകയില്ല. അള്ളാഹു നൽകിയ ബുദ്ധിശക്തി ഉപയോഗിച്ച് നല്ലതൊന്നും അവർ ചിന്തിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൾ കൊണ്ടവർ നല്ലതൊന്നും കാണുകയില്ല, നല്ലതൊന്നും അവർ നോക്കുകയില്ല. വലഹും ആദാനുൻ, അവർക്ക് കാതുകളുണ്ട്, ലാ യസ്മഊന ബിഹാ, അതുകൊണ്ടവർ നല്ലതൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഇങ്ങനെ അള്ളാഹു നൽകിയിട്ടുള്ള അവന്റെ ഹൃദയവും ബുദ്ധിശക്തിയും അതുപോലെ തന്നെ കാഴ്ചശക്തിയും കേൾവി ശക്തിയുമൊക്കെ അള്ളാഹു തനിക്ക് കനിഞ്ഞരുളി തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന മാർഗങ്ങളിലേക്ക് വിനിയോഗിക്കാതെ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നു ഉലൈക കൽഅൻആം, അവർ കാലികളെ പോലെയാകുന്നു. ബൽഹും അദൽ, അല്ല അതിനേക്കാൾ അതപ്പതിച്ചവരും പഴച്ചവരുമാകുന്നു. കാരണം കാലികൾക്ക് ബുദ്ധിശക്തി അല്ലാഹു കൊടുത്തിട്ടില്ല. കാലികൾക്ക് അവരുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഇന്നതേ കേൾക്കാവൂ കാണാവൂ എന്ന നിർദ്ദേശം നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവയെപ്പോലെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഉടനെ പറയുകയാണ് ബൽഹും അദൽ, അവയെക്കാളും അതപ്പതിച്ച വർഗമാണ് ചില മനുഷ്യന്മാര്. അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് നല്ലതൊന്നും ചിന്തിക്കാൻ അവർ നേരം കാണൂല, നല്ലതൊന്നും അവരുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ അവർക്ക് സമയം കാണൂല, നല്ലതൊന്നും കേട്ട് മനസ്സിലാക്കാൻ അവർക്ക് സമയം അവർ കാണുകയില്ല. മറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വേണ്ടി പലതും ചിന്തിക്കുകയും പലതും കണ്ടുകൊണ്ട് ആസ്വദിക്കുകയും പലതും കേട്ടുകൊണ്ട് ആനന്ദിക്കുകയും ചെയ്ത് ജീവിക്കുന്ന അത്തരക്കാരായ ആളുകൾ ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് ഏറ്റവും വലിയ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ഗാഫിലുകൾ, അശ്രദ്ധയിൽ ജീവിക്കുന്നവർ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലേതിലാ നമ്മൾ പെടുന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു നൽകിയിട്ടുള്ള സമയങ്ങളെ വെറുതെ ശ്രദ്ധയില്ലാതെ ഒഴിവാക്കി കളയുക. ആ സമയങ്ങളൊക്കെ എന്തിനു വേണ്ടി? ഓരോ സെക്കൻഡും അല്ലാഹു കണക്കാക്കുന്നില്ലേ? ഓരോ സെക്കൻഡും എണ്ണപ്പെടുകയാണ്. അതിൽ ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യം പരലോകത്തുണ്ടെന്ന് നമ്മൾ പഠിച്ചവരാണ്. അൻ ഉംരിഹി ഫീമാ അഫ്നാ, ആയുഷ്കാലത്തെ കുറിച്ച് അല്ലാഹു നാളെ പരലോകത്ത് എന്നോടും നിങ്ങളോടും ചോദിക്കും. ഫീമാ അഫ്നാ, ഏത് കാര്യത്തിലാണ് നീ നിന്റെ ആയുസ് ചെലവഴിച്ചത്? നിന്റെ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീ ഏതിനു വേണ്ടി ചെലവഴിച്ചു എന്ന കൃത്യമായ ആ ചോദ്യം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ അവർ വളരെയേറെ സമയത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരുന്നു. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറയുന്നുണ്ട്, അദ്റക്തു അഖ്വാമൻ കാനൂ അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമികും വദനാനീരികും. ഹസൻ ബസരി റഹിമഹുല്ല പറയാണ്, അദ്റക്തു അഖ്വാമൻ, ഞാൻ കുറെ ആളുകളെ കണ്ടു. സഹാബത്തിനെ കണ്ട താബിഇയാണ് ഹസനുൽ ബസരി റഹിമഹുല്ല. ഞാൻ കുറെ ആളുകളെ കണ്ടു. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? കാനൂ അലാ ഔഖാതിഹിം, അവർ അവരുടെ സമയങ്ങളെ സംബന്ധിച്ച് അശദ്ദ മിൻകും ഹിർസാ, നിങ്ങളെക്കാൾ വളരെ ശ്രദ്ധയുള്ളവരായിരുന്നു. അലാ ദറാഹിമികും വദനാനീരികും, നിങ്ങൾക്ക് ദിർഹമിനോടും ദീനാറിനോടുമുള്ള ആർത്തിയേക്കാൾ സമയത്തെക്കുറിച്ച് ആർത്തിയുള്ള ഒരു ജനതയെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഹസൻ ബസരി റഹിമഹുല്ല എന്താണ് പറഞ്ഞത്? നമുക്കൊരു ഫിൽസ് നഷ്ടപ്പെട്ടാൽ എത്രയാണ് സങ്കടം? ഒരു ദിർഹം നഷ്ടപ്പെട്ടാൽ, ഒരു ദീനാറ് നഷ്ടപ്പെട്ടാൽ എത്രയാണ് വിഷമം, സങ്കടം. നഷ്ടമോർത്തുകൊണ്ട് എത്ര കാലമാണ് നമ്മൾ നടക്കുക? അതേ അവസരത്തിൽ ഞാൻ കണ്ട ജനങ്ങൾ, സ്വഹാബിമാര്,
അവർക്ക് ദീനാറും ദിർഹമും നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ നഷ്ടമായി അവർ കണ്ടത് ഒരു ദിവസത്തിൽ അവർക്ക് ഒരു സമയം വൃഥാ നഷ്ടമാകുമ്പോഴായിരുന്നു. അത് അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നുണ്ട്, മാ നദിംതു അലാ ശൈഇൻ നദമീ അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. മാ നദിംതു അലാ ശൈഇൻ, ഞാൻ ഒരു കാര്യത്തിന്റെ പേരിലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. ഹസൻ ബസരി റഹിമഹുല്ലാഹ് തന്നെ പറയാണ്, ഞാൻ ഒരു കാര്യത്തിന്റെ പേരിലും ഖേദിച്ചിട്ടില്ല. ഏതുപോലെ നദമീ അലാ യൗമിൻ, ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ഖേദിച്ചതുപോലെ. എനിക്ക് ഏറ്റവും ഖേദം തോന്നാറുണ്ടായിരുന്ന ഇതെന്താണ്, ചില ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ. എന്താണ് ആ ദിവസം? ഗറുബത്ത് ശംസുഹു, ഒരു ദിവസത്തിന്റെ സൂര്യൻ അങ്ങ് അസ്തമിച്ചു. ഒരു ദിവസം അങ്ങ് അസ്തമിച്ചു പോകുമ്പോ ഞാൻ വല്ലാതെ സങ്കടപ്പെടാറുണ്ട്. എന്തേ കാരണം? നഖസ ഫീഹി അജലി, എന്റെ ആയുസ്സദാ കുറഞ്ഞു പോയല്ലോ. വലം യസ്ദദ് ഫീഹി അമലി, എന്റെ അമലാണെങ്കിൽ വർദ്ധിച്ചതുമില്ല. ആയുസ് കുറഞ്ഞുപോയി, അമലൊട്ട് ചെയ്തതുമില്ല. അങ്ങനെ ഒരു ദിവസമെങ്ങാനും അസ്തമിച്ചു പോയാൽ എനിക്കുണ്ടാകുന്നത്ര ഖേദം വേറെ ഒരു കാര്യത്തിന്റെ പേരിലും എനിക്കുണ്ടാകാറില്ലെന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയണം. അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു നമ്മുടെ ശ്രദ്ധയിലേക്ക്, അദ്ദുന്യാ സലാസതു അയ്യാം, ദുന്യാവ് എന്ന് പറയുന്നത് 3 ദിവസങ്ങളാണ്. 3 ദിവസങ്ങളാണ് ദുന്യാവ് എന്ന് പറയുന്നത്. ഒന്ന് അമ്മ അംസി, ഒന്ന് ഇന്നലെ കഴിഞ്ഞത്, ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം. ഫഖദ് ദഹബ ബിമാ ഫീഹി, ഇന്നലെ നമ്മൾ ചെയ്തതുമായി കൊണ്ട് ആ ദിവസം അതിന്റെ പാട്ടിന് പോയി. ഇന്നലത്തെ ദിവസം അതിൻ്റെതായ നമ്മൾ ചെയ്ത അമലുകളുമായി അത് പോയി കഴിഞ്ഞു. ഇനി ബാക്കി ഏതാവ അമ്മ ഗദൻ, നാളെ. നാളെ എന്ന് പറയുന്ന ദിവസമോ ഫലഅല്ലക അല്ലാ തുദ്രികഹു, നാളെ നീ ഉണ്ടാകുമെന്ന് എന്തുറപ്പുണ്ട്? ഇന്നലെയുള്ള ദിവസം അത് കഴിഞ്ഞുപോയി. ഇനി നാളെയാപ്പ നീ കാത്തിരിക്കുന്നത്. അന്ന് നീ ഉണ്ടോ? നീ നാളെ ഇല്ലാതിരിക്കാം, ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്നാൽ ഫൽയൗം, ഇപ്പോൾ നീ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദിവസം, ഇന്നലെയോ കഴിഞ്ഞുപോയി, നാളെയാണെങ്കിൽ നമ്മുടെ കയ്യിലുമില്ല. എന്നാൽ ഇപ്പോൾ കഴിയുന്ന വർത്തമാന ദിവസം ഫൽയൗമു ലക, അത് നിനക്കുള്ളതാണ്. അതുകൊണ്ട് ഫഅമൽ ഫീ, നീ അതിൽ നന്നായി അധ്വാനിച്ചോ. നീ അതിൽ ഇനിയെങ്കിലും നന്നായി അധ്വാനിച്ചോ. ഇന്നലത്തത് കഴിഞ്ഞു, ഇനി അത് ഖേദിച്ചിട്ടൊന്നും കാര്യമില്ല. നാളെ നമ്മുടെ കയ്യിൽ ഇല്ലതാണ്. ഇന്നത്തെ ദിവസം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കോ എന്ന് മഹാനവറുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സമയം പരമാവധി നന്മക്ക് ഉപയോഗപ്പെടുത്തുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസ് മൻ നത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് തന്നെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയും വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനുമാകുന്നു. അവനാ ബുദ്ധിമാൻ. കിട്ടുന്ന സമയം നാളെ പരലോകത്തേക്ക് വേണ്ടിയുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവനാണ് ബുദ്ധിമാൻ. മറിച്ച് അശക്തൻ എന്ന് പറയുന്നതോ വിഡ്ഢിയാരാണ്? അവന് വലിയ പ്രതീക്ഷകളാണ്, അവന് വലിയ മോഹങ്ങളാണ്. അതൊക്കെ അള്ള പൊറുക്കും, അതൊക്കെ അള്ള ശരിയാക്കി തരും, അതൊക്കെ എനിക്ക് അവിടെയും രക്ഷ ഉണ്ടാകും, അതൊക്കെ പരലോകത്തെത്തിയാലും എനിക്ക് രക്ഷ ഉണ്ടാകും എന്നിങ്ങനെ അവന്റെ ഹവയുടെ, അവന്റെ ആഗ്രഹങ്ങളുടെ, അവന്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ അവൻ ഇങ്ങനെ ഓടുകയാണ്. ബുദ്ധിമാൻ അങ്ങനെയല്ല. ബുദ്ധിമാന്റെ ഓരോ സമയവും അവൻ ചിന്തിക്കുകയാണ്, ഇതെനിക്ക് എന്താകും, ഇതെനിക്ക് എന്റെ റബ്ബ് പൊറുക്കൂലല്ലോ, എനിക്ക് നാളെ രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി അവൻ പണിയെടുക്കും. ഒരു ശ്രദ്ധയുമില്ലാത്തവനോ അവൻ സമയം കൊല്ലും, അവൻ നേരം പോക്കിക്കളയും, ആഗ്രഹങ്ങളുടെ പിറകെ നെട്ടോട്ടമോടും, മരണം വരെ അവനോടും. മരണം വരെ അവനോടും. മരണത്തിന്റെ നേരത്ത് അവൻ കെഞ്ചി നോക്കും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ. മരണം വരെ ഇങ്ങനെ കളിതമാശയിലും വിനോദങ്ങളിലുമായിട്ട് കഴിയും. മണിക്കൂറുകൾ അവൻ തള്ളി നീക്കും. മുഴുവൻ പത്രങ്ങളും അവൻ അരിച്ചു പൊറുക്കും. ഒരു പത്രത്തിൽ ഒരു വിവരമൊന്നും കിട്ടിയാൽ പോരാ, അവന് എല്ലാ പത്രവും മുഴുവൻ വായിക്കും. അതിന് മണിക്കൂറുകൾ പോകുന്നത് നമുക്കൊരു വിഷമമേ അല്ല. ഏതൊക്കെ പത്രം ടേബിളിൽ കിട്ടിക്കഴിഞ്ഞോ അത് മുഴുവൻ നമ്മൾ വായിക്കും. അതിന് നമുക്ക് സമയം പോകുന്നതിന് ഒരു വിഷമം ആർക്കുമില്ല. റേഡിയോ, ഏതൊക്കെ ചാനലുകൾ, ഏതൊക്കെ റേഡിയോ, ഏതൊക്കെ സമയങ്ങളിൽ വാർത്താ ന്യൂസുകളുണ്ടോ, ന്യൂസ് ബുള്ളറ്റിനുകളുണ്ടോ, അതൊക്കെ നമ്മൾ കേൾക്കും. സമയം നമുക്കൊരു പ്രശ്നമല്ല.
TV അതിന്റെ മുമ്പിൽ എപ്പോഴൊക്കെ വാർത്തകളുണ്ടോ, ന്യൂസ് അവറുകളുണ്ടോ, മണിക്കൂറുകൾ അതിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കും. നമുക്ക് സമയത്തെക്കുറിച്ചൊരു ബേജാറുമില്ല. ആനന്ദങ്ങൾ, ഉല്ലാസങ്ങൾ അതിന്റെ മുമ്പിൽ നമ്മൾ ഒരുപാട് നേരം ഇരിക്കും, ഒരു പ്രയാസങ്ങളുമില്ല. സോഷ്യൽ മീഡിയകളിൽ, നെറ്റ്വർക്കുകളിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളിൽ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കും. പക്ഷേ നമുക്ക് സമയത്തെക്കുറിച്ചൊരു ചിന്തയുമില്ല. അതേ അവസരത്തിൽ ഒരു നന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഞാനും നിങ്ങളും പറയും, എനിക്ക് ഓവർ ടൈമാണ്, എനിക്ക് ഡ്യൂട്ടിയാണ്, എനിക്ക് ബിസിയാണ്, എനിക്ക് തിരക്കാണ്. നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോഴൊക്കെ സമയമില്ലായ്മയും ചീത്തയായ മാർഗങ്ങളിലേക്ക് വിനിയോഗിക്കാൻ മണിക്കൂറുകൾ ധാരാളം നിർബാധം നമ്മൾ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ മരണത്തിന്റെ വേളയിൽ ഈ നെട്ടോട്ടമോടുന്ന മനുഷ്യനും പറയും, റബ്ബി, എന്റെ രക്ഷിതാവേ, ലൗലാ അഖർതനി, നീ എന്നെ ഒന്ന് പിന്തിച്ചിട്ട് തന്നാൽ, ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിച്ചിട്ട് തന്നാൽ, ഫഅസ്സദ്ദഖ്, ഞാൻ ധർമ്മം ചെയ്യും, വാകും മിനസ് സാലിഹീൻ, സദവർത്തരുടെ കൂട്ടത്തിൽ ഞാൻ ആയിത്തീരുകയും ചെയ്യും. പക്ഷേ വലയ്യു അഖ്റല്ലാഹു നഫ്സൻ, ഒരാത്മാവിനെയും അല്ലാഹ് പിന്തിച്ചിടുകയില്ല. ഇദാ ജാഅ അജലുഹാ, അതിന് നിശ്ചയിക്കപ്പെട്ട അവധി എത്തിക്കഴിഞ്ഞാൽ, വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിഞ്ഞു പറഞ്ഞു തരും. അല്ലാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, ഇന്നത്തെ സമയങ്ങൾ എത്രയാ നമ്മൾ ഏതിനൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തി? എത്ര സമയങ്ങളാണ് നമ്മൾ അതിൽ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എത്ര? നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എത്ര? ആയുസ് ഒരുപാട് ഉണ്ടാവുന്നതിനേക്കാൾ കിട്ടിയ ആയുസ്സിൽ നന്മ ചെയ്യലാണ് ഏറ്റവും വലിയ ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, മൻ ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് പ്രവാചകരെ? അവിടുന്ന് പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് ഒരുപാട് കിട്ടി, ധാരാളം അമലും അയാൾ ചെയ്തു, അങ്ങനെയുള്ളവനാണ് ഏറ്റവും വലിയ ഖൈറായ മനുഷ്യൻ. മനുഷ്യന് ഈ സമയത്തിന് വേണ്ടി സമയം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ അവൻ വളരെയേറെ വിഷമിക്കുന്ന സമയം ഒന്ന് മരണനേരമാണ്, മറ്റൊന്ന് ജഹന്നം കൺമുമ്പിൽ കാണുമ്പോഴാണ്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച വചനം അതാണ്. ജഹന്നം കൊണ്ടുവരപ്പെടുന്ന നാള്, നരകത്തെ വലിച്ച് മലക്കുകൾ ഇങ്ങനെ നരകത്തെ വലിച്ച് കൺമുമ്പിൽ കൊണ്ടുവരപ്പെടുന്ന ആ ഭീകരമായ ദിവസത്തിൽ നരകശിക്ഷ കൺമുമ്പിൽ കാണുമ്പോൾ അന്നത്തെ ദിവസം മനുഷ്യനേറെ ചിന്തിക്കുകയാണ്, അന്ന് മനുഷ്യനേറെ വിലപിച്ച് ആലോചിക്കുകയാണ്, ഞാനൊക്കെ ഒരുപാട് നന്മ ചെയ്യാമായിരുന്നു എന്നൊക്കെ. പക്ഷെ അവന്റെ ആ ചിന്ത കൊണ്ട് എന്തു പ്രയോജനം? ആ ചിന്ത കൊണ്ട് അവന് ഇവിടെ എന്ത് പ്രയോജനമുണ്ട്? അവൻ പറയുകയാണ്, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ എനിക്ക് കിട്ടിയ സമയങ്ങളിൽ മുമ്പേ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നരകം കൺമുമ്പിൽ കാണുമ്പോൾ മനുഷ്യൻ വിലപിച്ചു പോകും എന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് രക്ഷയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് മരണം വന്നെത്തുന്നതിൻ്റെ മുമ്പ് ഓരോരുത്തരും നമ്മുടെ സമയങ്ങളൊക്കെ ഈ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ ധാരാളം പല തിന്മകൾക്കും ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു കഷ്ണം പോലും ഖുർആൻ ഓതാതെ ഒരു ദിവസം കടന്നു പോവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും ഇല്ലാതെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. തൗബയില്ലാതെ, പ്രാർത്ഥനകളില്ലാതെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. നല്ല അമലുകൾക്കൊന്നും സമയം കാണാതെ മണിക്കൂറുകളോളം തിന്മകളിലേക്ക് നമ്മൾ വിനിയോഗിക്കുകയാണ്. ഏതുവരെയാണിതൊക്കെ പ്രിയമുള്ളവരെ? മരണത്തിന്റെ ആ പ്രത്യേകമായ വിളിയാളം വന്നെത്തുന്നത് വരെ ആ സമയം തൊട്ട് നമ്മൾ ഖേദിക്കേണ്ടി വരും. ആ ഖേദം കൊണ്ട് രക്ഷയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ തനിക്ക് കിട്ടിയ സമയങ്ങളെ ഏറ്റവും തനിക്ക് മരണാനന്തരമുള്ള ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ശുക്റുള്ളവരാവുക, അവൻ നൽകിയ ആയുസ്സിന് നന്ദിയുള്ളവരാവുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്.
أما بعد فاتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സമയം നന്മയിലേക്ക് വിനിയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയ ആളുകൾ മരണവേളയിലും നരകം കൺമുമ്പിൽ കാണുമ്പോഴും വിലപിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നരകത്തിലെത്തിയാലും ഇതേ കാര്യത്തിന് വേണ്ടി വിലപിക്കും എന്നാണ് സൂറത്ത് ഫാത്തിറിലെ 36-37 ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അത്രയും സമയത്തിന്റെ വില മനുഷ്യൻ മരണത്തോടുകൂടെ അറിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ആ അറിയൽ കൊണ്ട് ഒരു പ്രയോജനവും നമുക്കില്ലതാണ്. അതുകൊണ്ട് ഈ 2-3 ഘട്ടത്തിലുള്ള വിലാപങ്ങളുണ്ട്, വെറും വിലാപങ്ങളാണ്. അതിന്റെ അവസാന പടിയുള്ള വിലാപമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സീ കുല്ല കഫൂർ വഹും യസ്തരിഖൂന ഫീഹാ ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير والذين كفروا അവിശ്വാസികൾ ലഹും അവർക്കുള്ളതാണ് നാറു ജഹന്നം, ജഹന്നമിന്റെ തീ അവർക്കുള്ളതാണ്. അവിശ്വാസികൾക്കുള്ളതാണ് നരകം. ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു, അവർക്കവിടെ മരണം വിധിക്കപ്പെടുകയില്ല. മരണമില്ല നരകത്തിൽ. എങ്കിൽ അവർക്ക് മരിച്ചു പോകാമായിരുന്നു, എന്നാ പിന്നെ ഒരു ശിക്ഷയും അറിയേണ്ടിയിരുന്നില്ല. മരണം അവിടെ ഇല്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ഇനി മരണമില്ലെങ്കിൽ പോകട്ടെ, അതിന്റെ ശിക്ഷയിൽ നിന്ന് അല്പം പോലും അവർക്ക് ലഘൂകരണം നൽകപ്പെടുന്നതുമല്ല. കദാലിക നജ്സീ കുല്ല കഫൂർ, ഇപ്രകാരമത്രേ നന്ദി കെട്ടവർക്ക് നാം പ്രതിഫലം കൊടുക്കുന്നത്. അള്ള തന്ന നിഅമത്തുകളോട് പുറംതിരിഞ്ഞു നിന്നവർ, അവനാ കഫൂർ. അള്ള തന്ന സമയം, അള്ള തന്ന ആരോഗ്യം, അള്ള തന്ന പണം, ഇതൊക്കെ അള്ളാഹ്ക്ക് നേരെ എതിരെ വിനിയോഗിച്ചു. അള്ളാഹുവിന് നേരെ എതിര് ചെയ്യാനാ പണം ഉപയോഗപ്പെടുത്തിയത്, ആരോഗ്യം വിനിയോഗിച്ചത്, സമയം വിനിയോഗിച്ചത്. അങ്ങനെയുള്ളവർക്കുള്ളത് തന്നെയാണ് നരകം. വഹും യസ്തരിഖൂന ഫീഹാ, അവർ ആ നരകത്തിൽ കിടന്നുകൊണ്ട് മുറവിളി കൂട്ടും. ആ നരകത്തിൽ കിടന്നുകൊണ്ടവര് മുറവിളി കൂട്ടുന്നതാണ്. എന്തും പറഞ്ഞാണ് മുറവിളി കൂട്ടുന്നത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, നീ ഞങ്ങളെ ഒന്ന് ഇതിൽ നിന്ന് പുറത്തേക്കിട്ടതായോ, നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ ഒന്ന് പുറത്തേക്കിട്ടതായോ. എന്തിനാണ്? നഅമൽ സ്വാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ഇതുവരെ ചെയ്തിരുന്നതല്ലാത്ത കർമ്മങ്ങൾ. ഞങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ നിനക്കെതിരാ ചെയ്തത്, നീ പറഞ്ഞതിനെതിരാ പലപ്പോഴും ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് റബ്ബേ, ഇതുവരെ ചെയ്തതല്ലാത്ത നിലക്കുള്ള സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഒന്നിതിൽ നിന്ന് മടക്കിത്തരുമോ, ഒന്ന് പുറത്തേക്കിട്ട് തരുമോ എന്ന് നരകത്തിൽ കിടന്ന് പൊളയുന്ന നന്ദികെട്ട മനുഷ്യന്മാര് അട്ടഹസിച്ച് അവരാ മുറവിളി കൂട്ടുമ്പോൾ അവരോട് പറയപ്പെടും, അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ. അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ഉംറ് തന്നിരുന്നില്ലയോ. ഉംറ് ഏതായ ഉംറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉംറ് അൻ ഉംരിഹി ഫീമാ അഫ്നാ, അവന്റെ ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടും, എന്തിലാണ് അവന്റെ തുലച്ച് കളഞ്ഞത്, എന്തിലാണ് അവന്റെ ആയുസ് നശിപ്പിച്ചു കളഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ. എത്രത്തോളം ആയുസ് തന്നു? മായതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും പഠിക്കാനുമൊക്കെ നിങ്ങൾക്ക് കഴിയാവുന്നത്ര സമയം നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നില്ലയോ. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനും പഠിക്കേണ്ടവർക്ക് പഠിക്കാനും
അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമൊക്കെ ഉതകുന്ന നിലക്കുള്ള സമയം ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നില്ലയോ? അങ്ങനെ നിങ്ങൾക്ക് സമയം തന്നു ഞാൻ നിങ്ങളെ വെറുതെ ദുന്യാവിലങ്ങ് വിട്ടതുമായിരുന്നില്ല. ആ സമയം നിങ്ങൾ എങ്ങനെ എന്റെ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് നിങ്ങളോട് പറയാൻ വജാഅകുമുൻ നദീർ, താക്കീതുകാരും മുന്നറിയിപ്പുകാരുമാകുന്ന പ്രവാചകന്മാര് നിങ്ങൾക്ക് വരികയും ചെയ്തിരുന്നില്ലയോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഞാൻ സമയം തന്നിരുന്നില്ലേ? എത്രത്തോളം സമയം? നിങ്ങൾക്ക് പഠിക്കാൻ മാത്രം സമയം, ചിന്തിക്കാൻ മാത്രം സമയം, അമല് ചെയ്യാൻ മാത്രം സമയം. ആ സമയമൊക്കെ തന്നിട്ട് ആ സമയങ്ങളൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിക്കണം, എന്തിന് വിനിയോഗിച്ചുകൂടാ എന്ന് നിങ്ങളോട് പഠിപ്പിച്ചു തരാൻ വേണ്ടി മുന്നറിയിപ്പുകാരായ പ്രവാചകന്മാരെയും അയച്ചു തന്നില്ലേ? എന്നിട്ട് അതൊന്നും നിങ്ങൾ അന്നൊക്കെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ തോന്നിവാസങ്ങളിൽ മുഴുകി എന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് നന്ദി കെട്ടവരായിക്കൊണ്ട് ഇവിടെ വന്ന് ഇപ്പൊ ഒരല്പം സമയത്തിന് വേണ്ടി കെഞ്ചുകയാണല്ലേ? ഇല്ല. ഫദൂഖൂ ഫമാ ലിൽസാലിമീന മിൻ നസീർ. അതുകൊണ്ട് ആസ്വദിച്ചോ നല്ലോണം, നരകശിക്ഷ നല്ലോണം അനുഭവിച്ചോ. ഫമാ ലിൽസാലിമീന മിൻ നസീർ. അക്രമികൾക്ക് ഒരു സഹായിയുമില്ല, അക്രമം ചെയ്തവർക്ക് ഒരു സഹായിയും ഇല്ല. ഇത് പറയപ്പെടും പരലോകത്ത് വെച്ച്. അവസാനത്തെ അവന്റെ വിലാപമാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ നരകാഗ്നിയിൽ എത്തിപ്പെട്ട കഫൂറിന്റെ ലക്ഷണമാണ്. കഫൂർ, നന്ദി കെട്ടവന്മാർ. അള്ള തന്ന ഓരോ നിഅമത്തും അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് മാത്രം വിനിയോഗിക്കുന്നവരാണ് ശാകിരീങ്ങൾ, അഥവാ നന്ദി കാണിക്കുന്നവർ. അള്ള നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും അവന് വെറുപ്പുള്ള മാർഗത്തിലേക്ക് വിനിയോഗിക്കുന്നവരാണ് കഫൂറുകൾ, നന്ദി കെട്ടവന്മാർ. ഇതിൽ ശാകിരീങ്ങളിലും ശകൂറുകളിലും ഉൾപ്പെട്ടുകൊണ്ട് കഫൂറിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മളെല്ലാം പരിശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നൽകുന്ന സമയങ്ങളെ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിലേക്ക് മാത്രം വിനിയോഗിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി ആസ്പത്രികളിലുണ്ട്, ഓപ്പറേഷനെ അഭിമുഖീകരിക്കുന്നവരുണ്ട്, പലരുമുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും അസുഖങ്ങൾ നീ അറിയുന്നവനാണ്. സമ്പൂർണമായി ശിഫ നൽകിക്കൊണ്ട് നീ അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.